തിരുവനന്തപുരത്ത് സ്കൂൾ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണു എന്നതാണ്. ഫോർട്ട് ഗവൺമെന്റ് സ്കൂളിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണത്. ഷഫീദ് റാവുത്തറാണ് ഈ വാർത്ത ഇപ്പോൾ അറിയിക്കുന്നത്. ഷഫീദ്, വിവരങ്ങൾ എന്താണ്? സ്കൂൾ ഇന്നിപ്പോൾ തുറന്ന ദിവസമാണ്. എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഈ തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ ഫോർട്ട് ഗവൺമെന്റ് സ്കൂള് അത് ഇച്ചിരി കാലപ്പഴക്കമുള്ള സ്കൂളാണ്. മാത്രവുമല്ല നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ആ സ്കൂളിന്റെ കൃത്യമായിട്ടുള്ള പേര് സെൻട്രൽ ഹൈസ്കൂൾ അട്ടകുളങ്ങര. ഈ സ്കൂളിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ പൊളിഞ്ഞു വീണത് എന്നുള്ളതാണ്. നിരവധി കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂൾ തന്നെയാണ്. മാത്രവുമല്ല ഈ സ്കൂള് നേരത്തെ തന്നെ ഇതിന്റെ ചില കാലപ്പഴക്കമടക്കമുള്ള കാര്യങ്ങൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില റിപ്പോർട്ടുകൾ അടക്കമുള്ള കാര്യങ്ങളും പരാതികളും ഒക്കെ ഉയർന്നതാണ്. ഏതായാലും ഈ സ്കൂൾ കെട്ടിടത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെ ഇപ്പോൾ പൊളിഞ്ഞു വീണിരിക്കുകയാണ്. അത് ക്ലാസ് മുറിയാണ് എന്നുള്ള പ്രാഥമിക വിവരം ഇപ്പോൾ ഫയർഫോഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിന്റെ ആദ്യ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടുമുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും ഈ ഓടിട്ട മേൽക്കൂരയായിരുന്നു. അതിന്റെ കഴുക്കോലും അതേപോലെ തന്നെ ഓടിട്ട ഭാഗം അത് ക്ലാസ് മുറി തന്നെയാണ്. അതിന്റെ ഒരു ഭാഗമാണ് ഈ തകർന്നു വീണത്. ഏതെങ്കിലും തരത്തിൽ തിരുവനന്തപുരത്ത് ഇന്ന് കാര്യമായ മഴയോ കാറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കാലപ്പഴക്കം തന്നെയാണോ ഇങ്ങനെ ഈ സ്കൂൾ കെട്ടിടം പൊളിഞ്ഞു വീഴാനുള്ള കാരണം എന്നുള്ളത് ഒരു ആശങ്കയാണ്. നേരത്തെ തന്നെ ഈ സ്കൂൾ അധ്യയനം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ പലതരത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കുകയാണ്. പക്ഷേ ഈ അപകടത്തിലെ ആശ്വാസകരമായ സംഭവം ആർക്കും ആളപായമില്ല എന്നുള്ളതാണ്. അല്പസമയം മുൻപാണ് സംഭവിച്ചത്. ഈ സ്കൂൾ തുറക്കുന്ന ക്ലാസ് മുറിയാണ് എന്ന് പറയുന്നു. ഇന്നിപ്പോൾ പ്രവേശനോത്സവം ഒക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ മടങ്ങിയതിനു ശേഷമാണ് ഈ അപകടം. അത് തന്നെയാണ്. അതായത് 4 മണിക്ക് ശേഷം 4 മണി ഏതാണ്ട് 5 മണി കഴിഞ്ഞിട്ടാണ് ഈ അപകടം ഉണ്ടാകുന്നതാണ്. 4 മണിയോടുകൂടി കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. അതിനുശേഷമാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ്. നമുക്ക് ഈ സ്കൂളിനെ കുറിച്ച് നമുക്ക് വളരെ കാര്യമായി അറിയാം. കാരണം 24ന്റെ ബ്യൂറോ പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന് സമീപത്ത് തന്നെയായിരുന്നു മുൻപ് ഈ സ്കൂൾ പ്രവർത്തിച്ചിരുന്നത്. വലിയ ഒരു നഗരത്തിന് ചേർന്ന് തന്നെ കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്ത് തന്നെ ഈ വലിയ കാലപ്പഴക്കമുള്ള ഒരു സ്കൂളാണ്. അങ്ങനെ നമ്മൾ വലിയ കാലപ്പഴക്കം സംബന്ധിച്ച് നേരത്തെ തന്നെ ചില കാര്യങ്ങൾ അതിന്റെ മെയിൻ്റനൻസ് അടക്കമുള്ള കാര്യങ്ങളിൽ മുൻപ് ചില വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ അതിന്റെ മെയിൻ്റനൻസ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടെന്നുള്ള വിവരം നമുക്കറിയില്ല. ഏതായാലും ഇപ്പോൾ ഫയർഫോഴ്സിൽ നിന്ന് കിട്ടുന്ന പ്രാഥമിക വിവരം അനുസരിച്ച് അല്പസമയം മുൻപ് ഈ സ്കൂൾ കെട്ടിടത്തിന്റെ ക്ലാസ് മുറിയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം മേൽക്കൂര അടക്കമുള്ള കാര്യങ്ങൾ അത് പൊളിഞ്ഞു വീഴുകയായിരുന്നു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രവേശനോത്സവം ഒക്കെ കഴിഞ്ഞ് ആദ്യ ദിവസമൊക്കെ കഴിഞ്ഞ് കുട്ടികൾ വീട്ടിലേക്ക് മടങ്ങിയ ശേഷമാണ് ഈ അപകടം ഉണ്ടായത്. അതുകൊണ്ട് ആളപായം ഉണ്ടായിട്ടില്ല. ഇത് ഏത് ക്ലാസ് ഏത് സ്റ്റാൻഡേർഡ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് നമ്മൾ അങ്ങോട്ട് നേരിട്ട് എത്തുകയാണ്. അതിനുശേഷം മാത്രമേ ആ വിവരം ഏതായാലും അറിയുകയുള്ളൂ. നാട്ടുകാരടക്കം ആ സമയത്ത് അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഓഫീസ് സ്റ്റാഫെങ്കിലും ഉണ്ടായിരുന്നോ? അപ്പോൾ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ അങ്ങനെ ആരെങ്കിലും സ്കൂൾ അധികൃതർ ഉണ്ടായിരുന്നോ? നമുക്കറിയാൻ പറ്റിയിട്ടുണ്ടോ അത് ഷഫീദ്? അനുജ, നിലവിൽ നമുക്ക് മനസ്സിലാക്കുന്ന അനുസരിച്ച് ഇതിന്റെ സെക്യൂരിറ്റി ചുമതലയിലുള്ള ഒരാൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നതാണ്. പക്ഷേ അദ്ദേഹം ആ ഭാഗത്തായിരുന്നില്ല ഉണ്ടായിരുന്നത്. അദ്ദേഹം മറ്റൊരു ഭാഗത്ത് എവിടെയോ ആയിരുന്നു എന്നുള്ള വിവരം കിട്ടുന്നുണ്ട്. എന്തായാലും പ്രാഥമിക വിവരം മാത്രമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.